ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യലൈസ് വ്ളോഗ്സ്. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുടംപുളി ഇട്ട് വെച്ച ഒരു വെണ്ടയ്ക്ക പുളിയും ഒരു ലഞ്ച് കോംബോയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കാൽ കിലോ വെണ്ടയ്ക്ക കട്ട് ചെയ്ത് ഇതുപോലെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മുറി തേങ്ങയും അര സ്പൂൺ ജീരകം 2 വെളുത്തുള്ളി ഇട്ട് നന്നായി അരച്ചെടുക്കാം. ഒരു പാൻ വെച്ച് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയും കൂടിയിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വലിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലക്കൂട്ടിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് തേങ്ങ അരച്ച് വെച്ചത് കൂടി ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ ഈ പച്ചപ്പൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ചൂടായതിന് ശേഷം മാത്രം ഇതിലേക്കുള്ള വാട്ടർ ആഡ് ചെയ്താൽ മതി. ആര്യലൈസ് വ്ളോഗ്സ് നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്കെല്ലാം ഇഷ്ടമാവുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് കേട്ടോ. കുറേ പുതിയ ഫ്രണ്ട്സ് എല്ലാവരും വരുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ, അങ്ങനെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും മുളകും എല്ലാം മിക്സായിട്ട് അതൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് കുടംപുളിയാണ് ആഡ് ചെയ്യുന്നത്. 2 കുടംപുളി, ഒരു വലുതും 2 പീസ് ചെറുതുമാണ്. പുളി നിങ്ങൾക്ക് ഇഷ്ടാവുന്നതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഇത് നല്ല പുളിപ്പുണ്ട് കേട്ടോ. അതൊന്ന് തിളച്ച് വരുമ്പോൾ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുടംപുളി അതിൽ തന്നെ ഇട്ടിരുന്നാൽ കുറച്ചുകൂടി പുളി ഇറങ്ങും. തക്കാളിൻ്റെ പുളിപ്പുമുണ്ട്, കുടംപുളിൻ്റെ പുളിപ്പും കൂടിയുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര വേണ്ടെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാലക്കാടിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ വെണ്ടയ്ക്ക പുളി. പക്ഷെ അത് സാധാരണ പുളി, വാളൻ പുളി കൊണ്ടാണ് ഉണ്ടാക്കുക. ഇങ്ങനെ കുടംപുളിയൊന്നും പാലക്കാട് ഈ പ്രദേശത്തൊന്നും അധികം ആരും ഉപയോഗിക്കാറില്ല കേട്ടോ. ഇല്ല എന്നല്ല, കൂടുതലും ഉപയോഗിക്കുന്നത് വാളൻ പുളിയാണ്. ഒരു ലോഡ് വാളൻ പുളി വീട്ടിലുണ്ടാവും എല്ലാവരുടെയും. കയ്പ്പയ്ക്ക കഴിക്കാൻ പൊതുവെ എല്ലാ കുട്ടികൾക്കും മടിയാണ് അല്ലേ? അവർക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പൊട്ടാറ്റോ, ഒരു കയ്പ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക എന്ന് പറയില്ലേ, ഇവിടെ കയ്പ്പയ്ക്ക എന്നാണ് കേട്ടോ പറയുക. ഒരു കയ്പ്പയ്ക്ക കട്ട് ചെയ്തിട്ട് കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അതേ എണ്ണയിൽ തന്നെ ഒരു പൊട്ടാറ്റോ ചെറുതായി കട്ട് ചെയ്തത് കൂടി ഫ്രൈ ചെയ്യാം. എന്നിട്ട് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അര സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ ഇതുപോലെ നല്ല ഫ്രൈ ആയിട്ട് കിട്ടും. കയ്പ്പയ്ക്കൻ്റെ കൂടെ പൊട്ടാറ്റോ കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അത് ഇഷ്ടമാവും, കഴിച്ചോളും കേട്ടോ. ഒരു പയർ തോരനും കൂടി ഉണ്ടാക്കാം. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ
ആര്യലൈസ് ബ്ലോഗ്സിൽ ഉൾപ്പെടുന്ന കുക്കിംഗ് വീഡിയോസിലെല്ലാം വളരെ നാടൻ രീതിയിലുള്ള ഐറ്റംസാണ് ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഒരു നാടൻ രീതിയിലുള്ള ഒരു ലഞ്ച് കോംബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ.